ഒരു കുടുംബ ബന്ധം ചേർക്കുന്നത് പോലും ഇബാദത്താണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചൊരു ചോദ്യമാണത്, പറഞ്ഞു കൊടുത്തൊരു വിശദീകരണമാണത്. മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുംസാ ലഹു ഫീ ഉംരിഹി. നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഓരോ കാര്യങ്ങളിലും അല്ലാഹു ഐശ്വര്യം തരണമോ, നിങ്ങൾക്ക് അഭിവൃദ്ധി വേണമോ, നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കണമോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടെയുള്ള ആയുർദൈർഘ്യം നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ, ഫൽയസിൽ റഹിമഹു. അവൻ ഒറ്റ പണിയാണ് എടുക്കേണ്ടത്, അവൻ അവന്റെ കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കിക്കൊള്ളട്ടെ. അല്ലാഹു തആലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വാക്കാണത്. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും കുടുംബ ബന്ധങ്ങളെ ചേർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ റിസ്ക്, നിങ്ങൾക്ക് ഭൗതിക സൗകര്യങ്ങൾ. ഈ ദുനിയാവിലെ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സകല ഇന്ധനക്ഷമതയും ഭൗതിക സൗകര്യങ്ങളാണ്. ആ ഭൗതിക സൗകര്യങ്ങളിൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് പുരോഗതി വേണോ, നിങ്ങൾക്ക് ഐശ്വര്യം വേണോ, ആയുർദൈർഘ്യം നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് സമാധാനം വേണോ, നിങ്ങൾക്ക് സ്വസ്ഥത വേണോ, അവൻ കുടുംബ ബന്ധങ്ങളെ ചേർത്തിക്കൊള്ളട്ടെ. അപ്പൊ കുടുംബ ബന്ധം ചേർത്തുക എന്ന് പറഞ്ഞാല് അതൊരു ചെറിയ കാര്യമല്ല. ബ്ലഡ് റിലേഷൻ, നമ്മുടെ ചോരബന്ധങ്ങളെ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുകയും അതിനെ ഇടപിരിയാതെ അത് എപ്പോഴും ഇഴയടുപ്പത്തോടുകൂടെ നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നത് അത് ചെറിയൊരു കാര്യമല്ല. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മഹത്തരമായിട്ട് കണ്ട ഒരു കാര്യമാണ്. ആ കർത്തവ്യത്തോടുകൂടെയാകണം ഒരു സത്യവിശ്വാസി ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. അപ്പൊ ബന്ധങ്ങളൊക്കെ തന്നെ രൂഢമൂലമാകും, വേരുറച്ചതാകും. അല്ലാതെ കുടുംബ ബന്ധങ്ങളെയൊക്കെ ശിഥിലമാക്കിയിട്ട് പുറം ബന്ധങ്ങളെ ഊഷ്മളമാക്കിയത് കൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ്.